ഇതേ ഘട്ടത്തിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ തോതിൽ ശക്തിപ്പെടുത്താൻ നടപടികൾ സ്വീകരിച്ചു. അതിൻ്റെ ഭാഗമായി ആ ഘട്ടത്തിൽ വലിയ ഊന്നൽ പൊതുവിദ്യാഭ്യാസ രംഗത്തിനാണ് നൽകിയത്. പക്ഷേ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റം ഉണ്ടാക്കുന്ന നടപടികൾ അപ്പോഴേ തുടങ്ങി. എന്തായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ സ്ഥിതി? കേരളം വിദ്യാഭ്യാസ രംഗത്ത് പൊതുവെ നേടിയ നേട്ടങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ യൂണിവേഴ്സിറ്റികൾ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സർക്കാർ പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഹബ്ബാക്കി കേരളത്തെ മാറ്റുമെന്ന്. ഇന്നെന്താ കാണുന്നത്? കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ തോതിലുള്ള യശസ്സിലേക്ക് ഉയരുന്നു. നമ്മുടെ യൂണിവേഴ്സിറ്റികൾ, നമ്മുടെ കലാലയങ്ങൾ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നേരത്തെ വലിയ നിലവാരത്തിൽ ഇല്ല എന്ന് കണ്ടത് ഇപ്പോൾ നിലവാരമുള്ളവയായി മാറിയിരിക്കുന്നു. നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ റാങ്ക് ചെയ്യുമ്പോൾ, യൂണിവേഴ്സിറ്റികളെ റാങ്ക് ചെയ്യുമ്പോൾ 8ാം സ്ഥാനത്ത് നിൽക്കുന്നു. കൊച്ചിൻ യൂണിവേഴ്സിറ്റി 9ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഗാന്ധി യൂണിവേഴ്സിറ്റി 11ാം സ്ഥാനത്ത് നിൽക്കുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 41ാം സ്ഥാനത്ത് നിൽക്കുന്നു. 100-നുള്ളിലേക്ക് വരിക എന്നത് 2016 മുൻപൊരു സ്വപ്നം മാത്രമായിരുന്നു. പക്ഷേ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഫലമായി വലിയ മാറ്റം, 10ൻ്റെ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന അവസ്ഥ നമ്മുടെ 3 യൂണിവേഴ്സിറ്റികൾക്ക്. 41 കോളേജുകൾ, 16 കോളേജുകൾ വലിയ തോതിൽ അംഗീകാരം നേടിയിരിക്കുന്നു. നാക് അക്രഡിറ്റേഷനിൽ മികച്ച റാങ്കിംഗ് നേടിയ 16 കോളേജുകൾ കേരളത്തിൽ. അത് ആകെയുള്ള 100-ലാണ്. അതിലൊന്ന് ഇവിടെ പാലക്കാട് വിക്ടോറിയ കോളേജ് ആണ് എന്നതും നാം കാണണം. വിക്ടോറിയ കോളേജ് അടക്കം 4 കോളേജുകൾ ഇപ്പോൾ ഈ പട്ടികയിൽ വന്നിരിക്കുന്നു. ഇതൊക്കെ സ്വപ്നം കാണാൻ കഴിയുമായിരുന്നോ നേരത്തെ? അസാധ്യം എന്നായിരുന്നില്ലേ കരുതിയിരുന്നത്? എങ്ങനെ വന്നു ഈ മാറ്റം? നമ്മുടെ സംസ്ഥാനം അതിനുവേണ്ടി നല്ല ശ്രമം നടത്തി. ആ ശ്രമം UDF ആയിരുന്നെങ്കിൽ നടക്കുമായിരുന്നോ? LDF സർക്കാർ ആയതുകൊണ്ടല്ലേ നടന്നത്? ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ രാജ്യത്തിന് പുറത്തുള്ള വിദ്യാർത്ഥികൾ വലിയ തോതിൽ നമ്മുടെ കേരളത്തിലേക്ക് പഠിക്കാനായി ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. അവരുടെ എണ്ണം കൂടുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള മാറ്റം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വരണം. ഹോസ്റ്റലുകൾ, ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള ഹോസ്റ്റലുകൾ വേണം. ലാബ്, ലൈബ്രറി, മറ്റ് സൗകര്യങ്ങൾ എല്ലാം അതിനനുസരിച്ച് മാറുകയാണ്. ഇതല്ലേ? ഇതോടൊപ്പം വലിയ തോതിൽ ഗവേഷണത്തിന് പ്രാധാന്യം കൊടുക്കുന്നു.
നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ഗവേഷണത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. ഗവേഷണം നാടിനു വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി എന്ന രീതിയിൽ മാറ്റം കുറിക്കുന്നു. അത്ഭുതാവഹമായ മാറ്റം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്നു. ഒരുപാട് മികവിൻ്റെ കേന്ദ്രങ്ങൾ, 30 മികവിൻ്റെ കേന്ദ്രങ്ങളാണ് നാം ഇവിടെ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. കേരളം ശരിയായ രീതിയിലുള്ള, നാം ആഗ്രഹിക്കും വിധമുള്ള ഒരു വിജ്ഞാന സമ്പദ്ഘടന സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമത്തിലാണ്. അതിൻ്റെ ഭാഗമായി ഒട്ടേറെ സ്ഥാപനങ്ങൾ കേരളത്തിൽ വരുന്നു. നമുക്കിടക്ക് വലിയ തോതിലുള്ള പാർശ്വവ്യാധികൾ നേരിടേണ്ടി വരുന്നുണ്ട്. അത് കണ്ടുകൊണ്ടാണ് വൈറസുകളെക്കുറിച്ച് പഠിക്കാനും ആവശ്യമായ നിലപാടുകൾ എടുക്കാനും ഉതകുന്ന അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് നാം സ്ഥാപിച്ചത്. അത് ആഗ്രഹിച്ച വിധത്തിൽ തന്നെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയരുകയാണ്. അതോടൊപ്പം കേരളത്തിലെ ആയുർവേദം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആയുർവേദ മേഖലയെക്കുറിച്ച് കൃത്യമായി പഠിക്കുന്നതിനുള്ള, ഗവേഷണം നടത്തുന്നതിനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടി സ്ഥാപിക്കുന്നു. അതിൻ്റെ 1-ാം ഘട്ടം ഏതാനും മാസങ്ങൾ കൊണ്ട് പൂർത്തിയാകാനിരിക്കുന്നു. നാം മറ്റൊട്ടേറെ പുതിയ മേഖലകളിലേക്ക് കടക്കുന്നു. ഇന്ത്യ വലിയൊരു രാജ്യം. ആ രാജ്യത്ത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആദ്യത്തെ നമ്മുടെ കേരളത്തിൽ. അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. ആ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി മാത്രമല്ല, ഡിജിറ്റൽ സയൻസ് പാർക്ക്, രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് കേരളത്തിൽ. കേരളത്തിൻ്റെ മാറ്റം ഇവിടെ ന്യൂട്രാസ്യൂട്ടിക്കൽസിലെ മികവിൻ്റെ കേന്ദ്രം യാഥാർത്ഥ്യമാക്കാൻ പോകുന്നു. വിവിധ മേഖലകളിൽ സയൻസ് പാർക്കുകൾ 3 വരാൻ പോകുന്നു. ഇതിനു പുറമേ അങ്ങനെ എല്ലാ അർത്ഥത്തിലും വിജ്ഞാന സമൂഹമാക്കി നമ്മുടെ സമൂഹത്തെ മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്.